പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കരുണാവരതിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ ഒരുമിച്ചോർക്കലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുടനീളമുള്ള മുസ്ലിമീങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹജ്ജിൻ്റെ കാര്യങ്ങളിലേക്ക്, അതുപോലെ തന്നെ ബലിപെരുന്നാളിലേക്കുമൊക്കെ ശ്രദ്ധ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലും സമയത്തിലുമൊക്കെയാണ് നമ്മളൊക്കെ ഉള്ളത്. എല്ലാ കാലത്തും ഏത് സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഇത്തരം ചില കർമ്മങ്ങൾ വിശ്വാസി സമൂഹത്തിന് കരുത്തും ശക്തിയും പ്രതീക്ഷയും വളർച്ചയും ഒക്കെ നൽകുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സംവിധാനിച്ചിട്ടുള്ള ധാരാളം സംവിധാനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജ് എന്ന് പറയുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഹജ്ജ് നിർവഹിച്ചവരുണ്ട്. ഹജ്ജ് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന, ഉദ്ദേശിക്കുന്ന, ഭാവിയിൽ അതിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഹജ്ജിന് വേണ്ടി ധാരാളം ആളുകൾ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നുമൊക്കെ ഇപ്പോൾ പുറപ്പെട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഹജ്ജിനെയും ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയുമൊക്കെ ആഴത്തിലും വിശാലതയിലും അതിൻ്റെ ശരിയായ ഉള്ളടക്കങ്ങളിലും മനസ്സിലാക്കുന്നതിലും അതനുസരിച്ച് സ്വന്തം ജീവിത നിലപാടുകളെ ക്രമീകരിക്കുന്നതിലുമൊക്കെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഗൗരവത്തോടുകൂടി ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. തീർത്ഥാടനങ്ങൾ ആഘോഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ദീനിൻ്റെ അല്ലെങ്കിൽ ആദർശങ്ങളുടെ, ജീവിത വ്യവസ്ഥകളുടെ, വിശ്വസിക്കുന്ന, നമ്മളെ നിലനിർത്തുന്ന വിശ്വാസ പ്രമാണങ്ങളുടെയും ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും ഒക്കെ വീര്യം ചോരുകയും അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയും അതിൻ്റെ മർമ്മം തിരിച്ചറിയപ്പെടാതെ പോവുകയും എന്നാൽ വളരെ ആഘോഷ സ്വഭാവത്തിലുള്ള, അനുഷ്ഠാന സ്വഭാവത്തിലുള്ള, ആചാര സ്വഭാവത്തിലുള്ള ധാരാളം കാര്യങ്ങൾ മതസമൂഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മതമുണ്ട് എന്നുള്ളതിൻ്റെ, ദീനുണ്ട് എന്നുള്ളതിൻ്റെ, അള്ളാഹു, പ്രവാചകന്മാർ, ഈസാ നബി, മൂസാ നബി, മുഹമ്മദ് നബി, നമ്മുടെ രാജ്യത്തൊക്കെ രാമന്, കൃഷ്ണന്, ബുദ്ധന്, ജൈനന് ഇതൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഗുണവും മനുഷ്യന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല. എന്നാൽ ഇതിൻ്റെയൊക്കെ സിംബലുകൾ, ഇതിൻ്റെയൊക്കെ പ്രതീകങ്ങൾ, ഇതിൻ്റെയൊക്കെ പ്രതിമകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം ആഘോഷങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ബൃഹത്തായ സ്വഭാവത്തിൽ ഭരണകൂടങ്ങൾ മുതൽ, ഭരണകൂടത്തിലെ വ്യക്തികൾ മുതൽ സമൂഹങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കുമൊക്കെ അതിശക്തമായി വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളിലും ഇപ്പോൾ തീർത്ഥാടനം എന്നൊക്കെ പറയുന്നത് ഒരു കെട്ടുകാഴ്ചയാണ്. വളരെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ലക്ഷങ്ങളും കോടികളുമൊക്കെ ചെലവഴിച്ച് മതസമൂഹങ്ങളും വ്യക്തികളും കുടുംബങ്ങളുമൊക്കെ തീർത്ഥാടനങ്ങൾക്ക് വേണ്ടി അവരവരുടെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. മറുഭാഗത്ത് മതേതര പ്രസ്ഥാനങ്ങളും ഭൗതികന്മാരും ഒക്കെ അവരുടെ ഒരു തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൻകിട കമ്പനികൾ ആഘോഷ സ്ഥലങ്ങളിലേക്ക്, ടൂറിടങ്ങളിലേക്ക്, അതുപോലെ തന്നെ സെക്സ് കേന്ദ്രങ്ങളിലേക്ക്, മദ്യമാഫിയ കേന്ദ്രങ്ങൾ, അതൊരു തീർത്ഥാടനമാണ്. ബിസിനസ്സിൻ്റെ ലാഭവും അതിൻ്റെ വർധനവും അതുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങളും അതിൻ്റെ ഒരു വലിയ ആഘോഷപൂർണമായ ഉള്ളറകളിലേക്ക് വ്യക്തികളെയും സമൂഹങ്ങളെയും ഒക്കെ കൈപിടിച്ചുയർത്താൻ വേണ്ടി ലോകത്തിലെ കോർപ്പറേറ്റ് കമ്പനികൾ മുതൽ അതിനെ ഇമാമാക്കിയിട്ടുള്ള ഇന്ത്യയുടെ നാട്ടിലെ ചെറുകിട വീഡിയോക്കാരനടക്കം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ കോർപ്പറേറ്റ് ടൂർ, കോർപ്പറേറ്റ് സിയാറത്ത് അല്ലെങ്കിൽ തീർത്ഥാടനങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് രണ്ട് ഭാഗത്തുണ്ട്. ഇത് രണ്ടിൻ്റെയും മർമ്മപ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഇത് രണ്ടും ഒരു സ്ഥലത്താണ് കേന്ദ്രീകരിക്കുന്നത്. മനുഷ്യനെ ശുദ്ധീകരിക്കുക, മനുഷ്യനെ സംസ്കരിക്കുക, മനുഷ്യനെ ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റിയെടുക്കുക, മനുഷ്യനെ മനുഷ്യനാക്കുന്ന മനുഷ്യത്വത്തിലേക്കും അതിൻ്റെ പരിപൂർണതയിലേക്കും അവനെ എത്തിക്കുക. ഇതൊന്നുമല്ല ഉദ്ദേശങ്ങളെന്ന് പറയുന്നത്. വളരെ മാരകമായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ വെച്ചുകൊണ്ടുള്ള തീർത്ഥാടനങ്ങളാണ് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സിയാറത്ത് ടൂറുകളാണ് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റ് ടൂറുകളാണ് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറിയ കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്ന ടൂറുകളടക്കം പണ്ടതൊക്കെ ഒരു സന്തോഷമായിരുന്നു. ഇപ്പം ഇവൻ എന്തായിട്ടാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ കുട്ടി, പെണ്ണ്, ജെൻഡർ, ഗുരു, ശിഷ്യ ബന്ധങ്ങളുടെ ഒന്നും അതിരുകളില്ലാതെ ഇടപഴകാനൊക്കെ സ്വാതന്ത്ര്യവും ഫ്രീഡവും അതുപോലെ തന്നെ സ്പേസും ഒക്കെ കൊടുക്കുന്ന പ്രവർത്തനങ്ങളാക്കി ഇതിനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു കാലത്ത് ഹജ്ജിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ
മുസ്ലിം ഉമ്മത്തിന് എന്താണ് ഹജ്ജ് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹജ്ജിൽ നിന്ന് എന്താണ് സമുദായത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ലോകത്തിന് ഹജ്ജ് കൊണ്ട് എന്താണ് നമ്മൾ സമ്മാനിക്കുന്നത്, മനുഷ്യ സമൂഹത്തിന് ഹജ്ജ് മുസ്ലിങ്ങൾ ഇത്രയും വലിയ ലക്ഷങ്ങൾ 1,25-30 ലക്ഷങ്ങളോളം ആളുകളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹറമിൽ അല്ലെങ്കിൽ മക്കയിൽ സൗദി അറേബ്യയിൽ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്? ഇത് നമ്മളിപ്പോൾ നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും കാണുന്ന ഈ ആചാരാനുഷ്ഠാന വളർച്ചകളുടെ വികാസത്തിലേക്ക്, അതിൻ്റെ ഒരു പന്തലിക്കലുകളിലേക്കാണോ നമ്മുടെ ഉമ്മത്തും ഈ കെട്ടുകാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ഉള്ളത്. കാരണം വ്യക്തി ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ സംഘടനാ ജീവിതത്തിലോ സാമൂഹിക ജീവിതത്തിലോ അന്താരാഷ്ട്ര തലങ്ങളിലൊന്നും ഹജ്ജ് മാത്രമല്ല, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായി നമ്മൾ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ബുനിയൽ ഇസ്ലാം വലാ ഹംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഇഖാമത്തി സ്വലാത്ത് ഈതാഇ സകാത്ത് സൗമി റമളാന ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഇസ്ലാമിൻ്റെ മർമ്മങ്ങൾ അതാണല്ലോ, ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ 5 ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തി അസാമാന്യമായ വ്യക്തിത്വമായിരിക്കും, മനുഷ്യനിലെ ഏറ്റവും മനോഹര വ്യക്തിത്വമായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി നിന്ന് തുടങ്ങിയ ഹജ്ജടക്കമുള്ള ഈ 5 സംഗതികൾ, അങ്ങനത്തെ ഒരു കുടുംബം, അങ്ങനത്തെ ഒരു സംഘടന, അങ്ങനത്തെ ഒരു സമൂഹം, അങ്ങനത്തെ രാജ്യങ്ങൾ ഇസ്ലാമിൻ്റെ മനോഹരമായ മുഖങ്ങളെ പ്രകടിപ്പിക്കുന്ന പ്രയോഗിക്കുന്ന പ്രബോധനം ചെയ്യുന്ന ഏറ്റവും വലിയ സംഘമായിട്ട് നമ്മുടെ മുമ്പിൽ മാറും. പക്ഷെ ഇതൊക്കെ ഇപ്പം ഉണ്ട്. പക്ഷേ ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ വ്യക്തി മുതൽ അന്താരാഷ്ട്ര തലത്തിലെ സംവിധാനങ്ങൾക്കടക്കം തല ഉയർത്തി നിൽക്കാനും നട്ടല് നിവർത്തി നിൽക്കാനും സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാനും കഴിയാത്ത വണ്ണമുള്ള നിസ്സഹായതയിലും നിന്ദതയിലും ഒക്കെ മുസ്ലിം ഉമ്മത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, എവിടെയൊക്കെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, അതിൻ്റെ ആ ഒരു മ്യൂസിക്കിൻ്റെ ക്രമംതെറ്റൽ എനിക്ക് നിങ്ങൾക്കുമൊക്കെ കാണാൻ കഴിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യർ നന്നാകുന്നതിന് പകരം മനുഷ്യരുടെ വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും വെച്ചുകൊണ്ട് മറ്റു പലരും മറ്റു പലതും നന്നായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് ഇത്തരമൊരു അതേസമയം ഇതൊക്കെ നിരാകരിച്ച് ഇതിനെയൊക്കെ നിഷ്കാസനം ചെയ്ത് ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യന് ജീവിക്കാനും കഴിഞ്ഞുകൂടാനൊന്നും കഴിയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു ഘടനയിലാണ് മനുഷ്യനെ വെച്ചിട്ടുള്ളത്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദാഹമാണ് ആത്മീയ ദാഹം എന്ന് പറയുന്നത്. ആത്മീയം എന്ന് പറയുമ്പോൾ എന്തോ ആത്മീയമായ എന്തോ ഒരു സാധനം ഉണ്ട് എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ എല്ലാവരും പറയലുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മനസ്സിന് സമാധാനം കിട്ടുക നമ്മൾ പറയും. അതാണ് ഈ ആത്മദാഹം. അതായത് ശരീരത്തിന് അടി കിട്ടിയാലും പ്രശ്നമല്ല, മനസ്സിന് ക്ഷതേൽക്കുമ്പോഴാണ് നമ്മൾ വീഴുക. ചിലപ്പോൾ ശരീരത്തിന് കിട്ടിയ അടി നമുക്ക് സഹിക്കാൻ പറ്റും, പക്ഷേ മനസ്സിൽ പരിക്കേറ്റ് കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ആത്മീയ കാര്യം എന്ന് പറയുന്നത്. അല്ല, ആത്മീയ കാര്യം എന്ന് പറഞ്ഞിട്ട് വേറെ ചില കാര്യങ്ങളുണ്ട് എന്ന ആളുകൾ തെറ്റിദ്ധരിക്കും. നമ്മളുടെ സന്തോഷം അനുഭവപ്പെടുന്നത് ശരീരത്തെക്കാളുപരി ചിലപ്പോൾ മനസ്സിലായിരിക്കും. ഒരാളുടെ ഒരു പ്രോത്സാഹനം, ഒരാളുടെ ഒരു മോട്ടിവേഷൻ, ഒരാളുടെ ഒരു തലോടൽ, ഒരാളുടെ ഒരു തഴുകൽ, ഇതൊക്കെ നമുക്ക് കരുത്ത് പകരുന്നത് മനസ്സിനും മസ്തിഷ്കത്തിനുമാണ്. മനസ്സിനെയും മസ്തിഷ്കത്തിനെയും ഉത്തേജിപ്പിക്കുന്ന, ഉണർവ് നൽകുന്ന, അതിന്റെ ശരിയായ റൂട്ടിലേക്ക് നിരന്തരമായി കൊണ്ടുവരാൻ ഇത് അലയും. ഇത് പാമ്പിഴയുന്നത് പോലെ പല മാളങ്ങളിലേക്കും പല ഇടങ്ങളിലേക്കും മനസ്സും മസ്തിഷ്കവും ഇഴഞ്ഞു നടക്കും. ശരീരം അതിനുവേണ്ടി അതിനെ വ്യാമോഹിപ്പിച്ചുകൊണ്ടിരിക്കും, അതിനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. പഞ്ചേന്ദ്രിയങ്ങളും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും എന്ത് ചെയ്യും? ഇത്തരം സംഗതികളിലേക്കൊക്കെ നമ്മൾ വലിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ മനസ്സിനെയും മസ്തിഷ്കത്തിനെയും അതിൻ്റെ ശരിയായ റൂട്ടിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ആത്മീയ പ്രവർത്തനം എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത്. ഒരു സംഗതി അതിൻ്റെ ഏറ്റവും ശരിയായ രീതിയിൽ നിർവഹിക്കുന്നതിനാണ് ആത്മീയത എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് മനസ്സിന് നമ്മളൊക്കെ ആഗ്രഹിക്കലുണ്ട്, മനസ്സിൻ്റെ ഒരു ദാഹം മാറണം. നമ്മുടെ മനസ്സിൻ്റെ ഒരു എന്താ പറയാ, അത് കടന്നു പോകുന്ന അവസ്ഥകളെ ഏറ്റവും നന്നാക്കിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കും. ഇതിനു വേണ്ടി വെച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ സംവിധാനങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ തീർത്ഥാടനം എന്ന് പറയുന്നത്. തീർത്ഥാടനത്തിന്റെ അർത്ഥം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അറബിയിൽ മലയാളത്തിൽ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ, തീർത്ഥം എന്ന് പറഞ്ഞാൽ വെള്ളം, ആടനം എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് പോവുക, തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ വെള്ളം അന്വേഷിച്ച് പോകുന്നതിനാണ് തീർത്ഥാടനം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാ ഈ വെള്ളം അന്വേഷിച്ച് നമ്മൾ പോവുക? നല്ല ദാഹിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? വെള്ളം അന്വേഷിച്ച് പോവുക. നമുക്ക് വെള്ളം, സർവത്ര വെള്ളം, പക്ഷെ കുടിക്കാൻ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ഒരു കടലിനെ കൊണ്ട് പറയലുണ്ട്. കടലിൽ നമ്മൾ പോകുമ്പോൾ 70% കടലാണ്, ഇഷ്ടംപോലെ വെള്ളമാണ്, പക്ഷെ കുടിക്കാൻ വെള്ളമില്ല. ദുനിയാവിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പ്രത്യേകിച്ചും പുതിയ 10-200 വർഷങ്ങൾ, ഈ ആധുനിക കാലത്ത്, പോസ്റ്റ് മോഡേൺ കാലം, പോസ്റ്റ് ട്രൂത്ത് കാലം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ കാലത്ത് ജീവിത സൗകര്യങ്ങളിൽ പഴയ കാലത്ത് ഒരു മനുഷ്യനെ അനുഭവിക്കാൻ, ഭരണകൂടങ്ങൾ മുതൽ മഹാരാജാക്കന്മാരടക്കം ചക്രവർത്തിമാർ പോലും അനുഭവിച്ചിട്ടില്ലാത്ത സൗകര്യങ്ങളിലൂടെയാണ് ഒരു സാധാരണ മനുഷ്യൻ പോലും ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ട്രാവലിങ്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ വസ്ത്രം, ഭക്ഷണം, അവന്റെ പഠനം, അവന്റെ ഉപകരണങ്ങൾ, ഇത്തരം സംവിധാനങ്ങളൊക്കെ
മനുഷ്യൻ ഭൂമിയിലുണ്ടായതിനു ശേഷം ഇത്രയും അധികം സൗകര്യങ്ങളിലൂടെ മനുഷ്യനെ കൊണ്ട് ജീവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്നത്തെ പോലെ അരക്ഷിതനായ മനുഷ്യന്, അസ്വസ്ഥതയുള്ള മനുഷ്യന്, ആശങ്കകളിൽ അഭയം പ്രാപിക്കുന്ന മനുഷ്യന്, ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ മാനസിക രോഗവും ലഹരിയിലേക്കുമൊക്കെ കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പഴയ കാലത്ത് നമുക്ക് ഇത്ര കാണാൻ കഴിയില്ല. കെണി വെച്ച് ആരെങ്കിലും ഒക്കെ പിടിച്ചാലേ പോവുള്ളൂ. എന്താണ് മിനിഞ്ഞാന്ന് 4-ാം നാളൊക്കെ +2 ഫുൾ A+ കിട്ടിയതിന് വരെ 1 മാർക്ക് കുറഞ്ഞു പോയി ഒരു വിഷയത്തിൽ. കുട്ടി ആത്മഹത്യ ചെയ്യാണ്. സ്കൂളിൽ എല്ലാവർക്കും കിട്ടി. നമുക്ക് പങ്കാളിത്തണ്ടായതൊക്കെ നമ്മൾ എന്താണ് ഇപ്പം ഈ A+ എന്നൊക്കെ പറഞ്ഞാൽ, എന്താണ് ഇപ്പം ഈ SSLC A+ എന്നൊക്കെ പറയണത്? എന്നിട്ട് ഇതൊരു ആന മലമറച്ച സംഭവം പോലെ എടുത്ത് സംഭവം അഭിനന്ദിക്കേണ്ടത്, അതിന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ അതിലൊക്കെ നമ്മൾ ഇതിലൊക്കെ കാണുന്നത് പോലെ അതിരുവിട്ട എന്താണ് ഈ ചെയ്യണത്? എന്നിട്ട് ഫുൾ A+ 1 മാർക്ക് കുറഞ്ഞു പോയത് കൊണ്ടൊരു കുട്ടി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാമൂഹിക വിദ്യാഭ്യാസ ഘടനയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെയും നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റത്തിന് പ്രശ്നമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, യഥാർത്ഥത്തിൽ പുതിയ കാലം എല്ലാം ഉണ്ട്, എല്ലാം വയറ് നിറച്ചുണ്ട്. അനുഭവിക്കാനും ആസ്വദിക്കാനും കടന്നു പോകാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും മനസ്സിന് സമാധാനമില്ല. മനസ്സിന്റെ ദാഹം തീരണില്ല. കടലിൽ പോയ മാതിരി ഇഷ്ടംപോലെ വെള്ളമുണ്ട്, പക്ഷേ കുടിക്കാൻ വെള്ളമില്ല എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം അന്വേഷിച്ച് പോകലാണ് തീർത്ഥാടനം. വെള്ളം കിട്ടിയാൽ എന്തായി? മനസ്സിന് സമാധാനമായി. വെള്ളത്തിന് ബദൽ വേറൊന്നും പരിഹാരമല്ല. ഇനി 10 കിലോ സ്വർണം ദാഹിക്കുമ്പോൾ ഒരാൾ കൊണ്ടു നിന്നിട്ട് ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഡോളറുകളും ദീനാറുകളൊക്കെ നിക്ഷേപമായിട്ട് എൻ്റെ ബാങ്കിലിട്ടിട്ടുണ്ട്, എൻ്റെ ദാഹം മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കപ്പെടില്ല. മനസ്സിൻ്റെ പ്രശ്നം അതായിട്ട് തന്നെ പരിഹരിക്കപ്പെടണം. യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ ദാഹം നമ്മുടെ ഒക്കെ ഉള്ളിലുണ്ട്. നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും ശരി, മനസ്സ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും. എൻ്റെ പോസിറ്റീവായ ശൈലിയിലാണ് ഞാൻ പറയുന്നത്, നെഗറ്റിവിറ്റി ഒന്നുമല്ല പറയുന്നത്. ഈ മനസ്സിൻ്റെ ദാഹം ശമിപ്പിക്കാൻ, അതിനാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. ഇപ്പം വെള്ളം കുടിച്ചാൽ നമുക്ക് ദാഹം തീരും. നമ്മൾ അതുപോലെ തന്നെ പിന്നെ രണ്ടാമത് വെള്ളം ഉപയോഗിക്കാറുള്ളത് കുളിക്കാനാണ്. ചുട്ടുപഴുത്ത് വിയർത്തു കുളിച്ച് പരവശനായി ശരീരം ഇങ്ങനെ ആകെ മാലിന്യങ്ങളിൽ ആണ്ട് പൂണ്ട് ചെളിയിൽ മുങ്ങി നമ്മൾ ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഭൗതിക ഘടന, നമ്മുടെ ശരീരത്തിൻ്റെ പുറംഭാഗം അത്തരം പ്രദർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെങ്കിലും ഒന്ന് കുളിച്ച് വൃത്തിയായാൽ ഈ ശരീരം ഒന്ന് സുഖം കിട്ടിയിരുന്നു. ഈ പൊള്ളലിനും വേവിനും ചൂടിനുമൊക്കെ ഒരാശ്വാസം കിട്ടുമായിരുന്നു. ഈ അഴുക്കും ചെളിയും മാലിന്യങ്ങളും ദുർഗന്ധങ്ങളും ഒക്കെ നീക്കം ചെയ്യാമായിരുന്നു. അപ്പോൾ 2 ആവശ്യങ്ങൾക്കാണ് വെള്ളം നമ്മൾ ഉപയോഗിക്കുക. ഒന്ന് അകത്തെ ദാഹം തീർക്കാൻ, രണ്ടാമത്തത് പുറത്തെ നമ്മൾ കുളിച്ച് ശുദ്ധീകരിക്കാൻ. ഇതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ തീർത്ഥാടനം ചെയ്യുന്നത്. അപ്പോൾ വെള്ളം എടുത്തിട്ട് പാരാന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ മനസ്സിനെയും ശരീരത്തെയും ഒരേ സമയം ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സിംഗ് പ്രക്രിയ, ഇതാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. എല്ലാ തീർത്ഥാടനം കൊണ്ടും അതാണ് കിട്ടുന്നത്. കന്യാകുമാരിയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി വന്നത് അത്തരമൊരു തീർത്ഥാടനവും ധ്യാനവുമാണോ എന്ന് അല്ലാഹു അഅലം. നമ്മളിപ്പോൾ കാണുന്ന കെട്ടുകാഴ്ചകളുടെ ഭാഗമായി ക്യാമറകളുടെ മുന്നിലിരുന്ന് സിനിമാ നടന്മാരെ പോലെ, കായിക താരങ്ങളെ പോലെ, സെലിബ്രിറ്റിയെ പോലെ ധ്യാനമനുഷ്ഠിക്കുന്ന ഭരണകൂടങ്ങളും കായിക താരങ്ങളും കലാതാരങ്ങളും മതപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലാണിത്. സ്വയം ചെയ്യുന്ന സ്വന്തത്തിന്റെ സ്വകാര്യതകളിൽ നിന്നുകൊണ്ട് ഒരാൾ ചെയ്യേണ്ട, അങ്ങനെ ഉണ്ടല്ലോ മനുഷ്യന് കുറെ കാര്യങ്ങൾ, സ്വന്തം സ്വകാര്യതകളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ അതൊന്നും ഒരു പബ്ലിസിറ്റി കൊടുത്തിട്ട് ആ ആളുകളുടെ മുമ്പിൽ പ്രചരിപ്പിച്ചിട്ട് ഇതിന് പ്രശ്നം ഉണ്ടാവും. ആ ധ്യാനം രാഷ്ട്രീയ ധ്യാനമാണ്. അതിൽ പലതും ഭൗതികമായി ഖുർആൻ തന്നെ അതിൽ പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പോണതൊക്കെ? യഥാർത്ഥത്തിൽ ഇത്തരം തീർത്ഥാടനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല, ലോകത്തുടനീളം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മതങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും പലരുടെയും ഒക്കെ തീർത്ഥാടനങ്ങൾ എന്ന് പറയുന്നത്, ധ്യാനം എന്ന് പറയുന്നത് സ്വന്തത്തെ വിൽപ്പനയ്ക്ക് വെക്കാനും വിലപിടിപ്പുള്ള വസ്തുവാണ് ഞാനെന്ന് പ്രതിഷ്ഠിക്കാനും അതിലൂടെ മനുഷ്യരുടെ അവകാശങ്ങളെയും അധികാരങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കാനും ഒക്കെയുള്ള പുതിയ കാലത്തെ അത്യന്താധുനിക സൗകര്യങ്ങളെ വെച്ചുകൊണ്ട് നടത്തുന്ന ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ് ഇത്തരം ധ്യാനങ്ങളൊക്കെ കടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതല്ലേ പറയണതിൻ്റെ അർത്ഥം. മറിച്ച് മനുഷ്യൻ എന്നുള്ള നിലക്ക് ഈ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവും ശുദ്ധം പറയുന്നുണ്ടല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിന് സമാധാനം കിട്ടാൻ എന്താ വഴി? പലതും മനുഷ്യൻ പരീക്ഷിക്കുന്നുണ്ട്, പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ, ആർഭാടങ്ങൾ, ആഘോഷങ്ങൾ, അതുപോലെ തന്നെ സൗകര്യങ്ങളുടെ വർധനവ്, ആഗ്രഹിക്കുന്നതൊക്കെ കൈവശപ്പെടുത്തൽ, ഇതൊക്കെ കഴിഞ്ഞാലും മനുഷ്യൻ എന്ത് ചെയ്യാണ്? പണ്ട് എനിക്ക് പറഞ്ഞ ഓർമ്മയില്ല, പണ്ട് എൻ്റെ ഈ അലക്സാണ്ടറും ഡയോജനസും അദ്ദേഹത്തിൻ്റെ
ഗുരുവായിരുന്നു ഡയോജനസ്. അദ്ദേഹം തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. അലക്സാണ്ടർ ഭരണയുടെ അടുത്ത് പോയി ചോദിച്ചു, ഇനി ഇപ്പം എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റേ ഗ്രീക്ക് പിടിക്കും, ഏതൻസിന്റെ അടുത്ത് ഗ്രീക്കിനെ പിടിക്കും, ഗ്രീക്ക് എന്ന് പറയുന്ന നമ്മുടെ ഗ്രീസ് രാഷ്ട്രത്തെ പിടിക്കും. എന്നിട്ട് എന്താ ചെയ്യുക, പിന്നെ അതിന്റെ അപ്പുറത്തെ രാജ്യങ്ങളെ ഞാൻ പിടിച്ചടക്കും, പിന്നെ യൂറോപ്പ് മുഴുവൻ പിടിക്കും, പിന്നെന്ത് ചെയ്യും, പിന്നെ ഞാൻ ഏഷ്യയിലേക്ക് പോകും. അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യൻ ഭാഗങ്ങളിലേക്ക് അന്തരിച്ച് അവിടേക്ക് നമ്മൾ പിടിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ആഫ്രിക്കയിലേക്ക് പോകും. അങ്ങനെ പടം നയിച്ചിട്ട് ഇവിടെ വരെ വന്നിട്ടുണ്ട്. സിന്ധു നദി വരെ പുരുഷോത്തമ രാജാവുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം കണ്ടിട്ട് ഗവർണർക്ക് അദ്ദേഹത്തിന്റെ ഭൂമി തിരിച്ചു പിടിച്ചു കൊടുത്തിട്ട് ഇദ്ദേഹം തിരിച്ചു പോവുക. വഴിയിൽ വെച്ച് അഫ്ഗാനിസ്ഥാനിൽ വെച്ച് കഥയും തീർന്നു. ആ അഫ്ഗാനിസ്ഥാനിൽ വെച്ചുകൊണ്ട് ഇതിനിറങ്ങി പുറപ്പെട്ട ഇദ്ദേഹത്തിന്റെ കഥ തീരുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെ അത് പിടിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റത് പിടിക്കും, മറ്റത് പിടിച്ചിട്ട് അതിന്റെ അപ്പുറം പിടിക്കും, അപ്പുറം പിടിച്ചിട്ട് ഇപ്പുറം പിടിക്കും, അങ്ങനെ അങ്ങനെ. എന്നിട്ടോ ചോദിച്ചു, ഇതൊക്കെ ചോദിക്കുമ്പോൾ ഡയോജനസ് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യും, അത് പിടിച്ചിട്ട് അതെടുക്കും, അതെടുത്തിട്ട് പിന്നെ മറ്റേതെടുക്കും, മറ്റേതെടുത്തിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞിട്ടോ എന്നിട്ട് വേണമെന്ന് വിശ്രമിക്കാൻ. അപ്പോൾ ഡയോജനസ് ചോദിച്ചോടോ, ആത്യന്തിക ലക്ഷ്യം ഒരു വിശ്രമാണെങ്കിൽ ഇത്രമാത്രം കൂട്ടകലാപവും കൂട്ടക്കശാപ്പുകളും ഇത്ര വലിയ നരമേധങ്ങളും ഇത്ര വലിയ യുദ്ധങ്ങളും ഇത്ര വലിയ പടയോട്ടങ്ങളും ഒക്കെ നിർവഹിക്കേണ്ട കാര്യമുണ്ടോ? ആത്യന്തികമായിട്ട് നീ ആഗ്രഹിക്കുന്നത് വിശ്രമമാണെങ്കിൽ എന്തിനാണ് ഇതൊക്കെ, എന്തിനാ ചെയ്യേണ്ട കാര്യം? അപ്പൊ എന്തിനാണ് ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയില്ല. നമ്മളെ ജീവിതത്തിലെ പലതും നമ്മളെങ്ങനെ എടുത്ത് പരിശോധിക്കും, എന്തിനാണ് ഇതൊക്കെ. എന്നിട്ട് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോലും അവസാനം എന്താണ്, നമ്മൾ വിചാരിക്കും അക്കരെ പച്ചയാണെന്ന്, എല്ലാവർക്കും സുഖമാണെന്ന്, കിട്ടിയവരൊക്കെ തൃപ്തിപ്പെട്ട് നിൽക്കുകയാണെന്ന്. ഒരു മനുഷ്യനും, ഒരൊറ്റ മനുഷ്യനും, കോടികളൊക്കെ ഓഫറുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഈ IPL കോച്ചായിട്ട് വിളിക്കും, ഞങ്ങൾക്ക് കുടുംബത്തിനോട് ചെലവഴിക്കണം എന്ന് പറയണം. കുറെ കാലം ഇങ്ങനെ നടന്നതിന് ശേഷം ഞാൻ കളി നിർത്തുകയാണെങ്കിൽ കുട്ടികളെ മക്കളൊക്കെ ഒപ്പം നിൽക്കണം. എന്താ അതിൻ്റെയൊക്കെ കാരണങ്ങൾ? മനസ്സിന് ഉള്ള ഒരു ആഗ്രഹങ്ങളെ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക, മനസ്സിൽ നിന്ന് രൂപപ്പെടുന്ന ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ, അത് മനുഷ്യർക്കും വ്യവസ്ഥയ്ക്കും പ്രകൃതിക്കുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പരിക്കുകൾ, ആഘാതങ്ങൾ, അതിൻ്റെയൊക്കെ നഷ്ടങ്ങൾ, ഇതൊക്കെ ഒന്ന് സ്വയം വിലയിരുത്തി പരിശോധിച്ച് ഇരുന്ന് സ്വന്തത്തെ വിശകലനം ചെയ്യാനാണ് യഥാർത്ഥത്തിൽ തീർത്ഥാടനങ്ങൾ നടക്കേണ്ടത്. അവിടെ അള്ളയാണ്. അല്ല വിധിക്കലില്ലാതെ ഹജ്ജിന് പോയാൽ, ഹജ്ജിന് ഏത് കേന്ദ്രത്തിലും പോയാൽ ശരിക്കും കിട്ടേണ്ടത് അള്ളാഹുവിനെയാണ്. ഹജ്ജിന് പോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവെ ഞാനിതാ വന്നിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടി വിളിച്ചിട്ട് വന്നൊന്നുമില്ല ഞാൻ, മതസംഘടന വിളിച്ചിട്ട് വന്നൊന്നുമില്ല ഞാൻ, സൗദിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നൊന്നുമില്ല, വിമാന കമ്പനികൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നൊന്നുമില്ല ഞാൻ ടൂറിനും ആഘോഷത്തിനും വന്നതൊന്നുമില്ല ഞാൻ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നിനക്ക് റബ്ബേ എന്റെ സ്വാഗതം, നീ വിളിച്ചതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, നിന്റെ അടുത്തേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്, അല്ല വിളിച്ചതുകൊണ്ട് ഞാൻ വരികയാണ്. വിളിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലിന്നാസ് ഫിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടിയിട്ടുള്ള വിളംബരം നീ ചെയ്യണം ഹാജിമാർക്കിടയിൽ, മനുഷ്യർക്കിടയിൽ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം 4000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ വിളിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ലോകത്തിന്റെ വിവിധ മലമടക്കുകളിൽ നിന്ന്, പർവ്വതങ്ങളിൽ നിന്ന്, മരുഭൂമികളിൽ നിന്ന്, വനം പ്രദേശങ്ങളിൽ നിന്ന്, മനുഷ്യൻ ഇടതിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെയും ഒറ്റക്കും കൂട്ടായിട്ടും ഒക്കെ അവര് പുറപ്പെട്ടിട്ട് വരികയാണ്. അവിടെ വന്നാൽ എന്താണ്? അല്ലാഹു അനുഭവങ്ങളിലെ, അനുഭൂതികളിലെ, അവസ്ഥകളിലെ ഏറ്റവും മനോഹരമായ അള്ളാഹുമായിട്ട് കൂടിക്കഴിയുക. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോകണില്ല. അള്ളാഹു എന്താണെന്ന് അറിയുമ്പോഴാണ് അള്ളാഹുമായിട്ട് കൂടിക്കഴിയുന്നതിന്റെ, അള്ളാഹുമായിട്ട് ഒരു മനുഷ്യന് സംഗമിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ പ്രദേശമാണ് മസ്ജിദുൽ ഹറാം. അള്ളാഹുവുമായിട്ട് മനുഷ്യൻ കൂടിച്ചേരുന്ന സംഗമ ഭൂമിയായി. അവിടേക്ക് അപ്പൊ തന്നെ ദാഹമൊക്കെ തീരും. അള്ളാഹ് മനസ്സിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? പിന്നെ ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ലേ, ഏത് കാര്യങ്ങളും. രണ്ടാമത്തത് മനുഷ്യരാണ്. അള്ളാഹ് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം, അള്ളാഹ് പ്രപഞ്ചത്തിലെ മഹാശക്തിയാണെങ്കിൽ ഭൂമി എന്ന് പറയുന്ന നമ്മുടെ സ്പേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം മനുഷ്യരാണ്. മനുഷ്യർ കടന്നു പോകുന്ന വ്യത്യസ്തമായ അനവധി പ്രശ്നങ്ങളുണ്ട്, ധാരാളം പ്രശ്നങ്ങളുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അമേരിക്കയും യൂറോപ്പും, മനുഷ്യൻ എന്നുള്ള നിലക്ക് തന്നെ മനുഷ്യർ പുതിയ കാലത്തും പഴയ കാലത്തും ഒക്കെ ധാരാളം അനുഭവങ്ങളിലൂടെയും അവസ്ഥകളിലൂടെ ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മനുഷ്യരെ കാണാനും അനുഭവിക്കാനും മനുഷ്യരോടൊപ്പം ലയിച്ചു ചേരാൻ വിശുദ്ധ ഖുർആൻ ഹറമിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുള്ള പദപ്രയോഗങ്ങൾ ഏറ്റവും മനോഹരമാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനമാണിത്. ജനങ്ങൾക്ക് വേണ്ടി. അതിന് പല വ്യാഖ്യാനങ്ങളും ആളുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഖുർആൻ അതിന് കൊടുത്തിട്ടില്ല. ഖുർആൻ അതിനെ നേർക്കുനേരെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞത്, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ വീടാണിത്.
ആദ്യത്തെ വീടാണത്. വീടിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വൈകാരികം, ഒരു സാങ്കേതിക സ്ഥാപനം എന്നുള്ള നിലക്കല്ല പരിചയപ്പെടുത്തിയത്, ഒരു ഭരണകൂട സംവിധാനം എന്നുള്ള നിലക്കല്ല പരിചയപ്പെടുത്തിയിട്ടുള്ളത്, ഒരു അനുഷ്ഠാന ആരാധനാ കേന്ദ്രം എന്നുള്ള നിലക്കൊന്നുമല്ല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ബൈത്ത്, വീടാണത്. വീട് എന്ന് പറഞ്ഞാൽ വൈകാരികമാണ്, ജൈവികമാണ്, സ്വാഭാവികമാണ്, സാധാരണമാണ്. ലോകത്തെ എല്ലാ ജീവജാലങ്ങൾക്കും വീടുണ്ട്, മനുഷ്യനും വീടുണ്ട്. ആ വീടെന്ന് പറയുന്നത് ഒരു ഓഫീസ് പോലെയോ അല്ലെങ്കിൽ ഒരു എന്താണ് കോർപ്പറേറ്റ് സ്ഥാപനം പോലെയോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ ഫാക്ടറി പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള രാഷ്ട്രീയ മതകേന്ദ്രങ്ങൾ പോലെയൊന്നുമല്ല. വീടാണ്. വീടാണ് ദുനിയാവിന്റെ എല്ലാ പരിച്ഛേദങ്ങളും ഒരുമിച്ച് കൂടുന്ന സ്ഥലം. ഒക്കെ അവിടെ ഉണ്ടാവും. ദുനിയാവിൽ ഒരു മനുഷ്യന്, ഒരു സൃഷ്ടിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം ഉൾച്ചേരുന്നത് പോലെ ഏറ്റവും നിർഭയത്വത്തോടുകൂടി, ഏറ്റവും മനസ്സമാധാനത്തോടു കൂടി ഒക്കെ കഴിഞ്ഞുകൂടാനുള്ള സ്ഥലമാണ്. അപ്പൊ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള വീടാണിത്. വീടിനെ കുറിച്ച് നമ്മൾ മുമ്പ് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. 2 വീട് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഈ വീടാണ്, ഒന്ന് മസ്ജിദുൽ ഹറാമാകുന്ന വീട്, രണ്ടാമത്തത് 8 കാലിന്റെ വീട് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. ഇന്നൗഹനൽ ബയൂത്തി ലബൈത്തുൽ അൻകബൂത്തി. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് 8 കാലിയുടെ വീടാകുന്നു. 8 കാലിയുടെ വീടാകുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ അള്ളാഹുവിന്റെയും പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനങ്ങളിലല്ലാതെ രൂപപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങളും മനുഷ്യനെ ഇരയായി പിടിക്കുന്നതിന് വേണ്ടി സംവിധാനിക്കപ്പെടുന്നതാണ്. വൈറ്റ് ഹൗസ് എന്നാണ് പറയാം. പക്ഷെ അത് ലോക സമ്പത്ത് മുഴുവൻ കൊള്ള ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇസ്രായേൽ കേന്ദ്രീകൃതമായ ഒരു ലോകഘടനയെ നിലനിർത്താൻ ഇപ്പോഴും റഫേല് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ 200 ദിവസമായിട്ടുണ്ട്. ഗസക്ക് അഭിമാനിക്കാം, ഫലസ്തീനികൾക്ക് അഭിമാനിക്കാം, ഹമാസിന് അഭിമാനിക്കാം. ഇസ്രായേൽ രൂപപ്പെട്ടതിന് ശേഷം 200 ദിവസങ്ങളായി ഒക്ടോബർ 7 നടത്തിയ തൂഫാനുൽ അഖ്സ എന്ന് പറയുന്ന മഹാകൊടുങ്കാറ്റിന്റെ പ്രത്യാഘാതങ്ങളെ, അതിന്റെ അനുഭവങ്ങളെ എന്തെങ്കിലും ഒരു പ്രതിക്രിയ ചെയ്ത് പൂർത്തീകരിക്കാനും അവസാനിപ്പിക്കാനും കഴിയാത്ത വണ്ണമുള്ള നിസ്സഹായതയിലേക്ക് ലോകത്തിലെ വമ്പനും കൊമ്പനുമായ ശൈത്താൻ, ഇബ്ലീസ്, തമ്മാടി ഇസ്രായേൽ നിർണിതമായ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയാതെ അവരൊക്കെ ഹമാസിനെ തൂഫാനാക്കും, ഗസയെ സ്വയംഭരണ പ്രദേശമാക്കും, ബന്ദികളെ വിമോചിപ്പിച്ചു കൊണ്ടുവരും, എന്തൊക്കെയാ പറഞ്ഞിരുന്നത്. നിങ്ങളെടുത്ത് പരിശോധിക്കും. ആരാണ് ഈ ഹമാസ്? എന്താണ് അവരുടെ കയ്യിലുള്ളത്? ആരാണ് അവരുടെ സപ്പോർട്ടേഴ്സ്? ലോകത്ത് ഭൗതികമായ ഒരു ഘടനയിൽ നിന്നുകൊണ്ട് ഹമാസിനെ സപ്പോർട്ട് ചെയ്യാൻ ആരാണുള്ളത്? ഒരൊറ്റൊരുത്തനുള്ള റയീസ് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഇറാൻ അതിന്റെ ഭരണകൂടം ഹെലികോപ്റ്റർ അപകടത്തിൽ കഴിഞ്ഞ ആഴ്ച അതിന്റെ മുമ്പത്തെ ആഴ്ചയാണ് ഇത് കിടക്കണമെന്ന് പറയുന്നത്. എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. ഹെലികോപ്റ്റർ അപകടങ്ങളൊക്കെ ദുരൂഹമാണ്. എല്ലാ ഏറ്റവും നല്ല മൊസാദിനെ പോലത്തെ അവിഹിത അനാശാസ്യ അധാർമിക പ്രസ്ഥാനങ്ങൾക്ക്, വ്യക്തികളെയും പ്രസ്ഥാനങ്ങളിലേക്ക് തലയെടുപ്പുള്ള നേതാക്കന്മാരെ ഉന്മൂലനം ചെയ്യുന്നതിന് പറ്റുന്ന സംവിധാനങ്ങളിൽ ഒന്നാണ് ഹെലികോപ്റ്റർ അപകടം എന്നൊക്കെ പറയുന്നത്. അല്ല, നമ്മുടെ ഇവിടെ മറ്റേ ആള് വീണല്ലോ, നമ്മുടെ സംയുക്ത കരസേനാ മേധാവി മറ്റേ കോയമ്പത്തൂരിൽ നിന്ന് കൂനൂരിലേക്ക് പോണ വഴിക്ക് ആ അപ്പാച്ച ഹെലികോപ്റ്റർ എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ശാസ്ത്രം. അതിനൊക്കെ നിങ്ങൾ വായിച്ചാൽ അത്ഭുതപ്പെട്ടോ. കൊടുങ്കാറ്റടിച്ച പ്രശ്നം ഉണ്ടാവില്ലേ? മേഘ ഗർത്തങ്ങളിൽ പെട്ടാൽ പോലും അതിനൊക്കെ അതിജീവിക്കാൻ കഴിയും. അത്രയാണ് ഇതിന്റെ വിലയൊക്കെ. ഭയങ്കര വിലയുള്ള സാധനമാണ്. ഓരോ സംവിധാനങ്ങളും അത്യന്താധുനികമാണ്. അതാണ് ഇത് കിടക്കണമെന്ന് പറഞ്ഞിട്ട് കരസേനാ മേധാവി അടക്കം അവിടെ ഉള്ളത്. അപ്പൊ ചിലപ്പോൾ ടാർഗറ്റ് ആയിരിക്കാം ആരെങ്കിലുമൊക്കെ തീരുമാനിച്ചാൽ എന്നതുപോലെ അതാണെന്ന് അറിയില്ല. പക്ഷെ ഇറാൻ വളരെ മനോഹരമായി ചിലപ്പോൾ അവിടെ നടക്കുന്ന സംഘർഷത്തിൽ ഫലസ്തീനികളെ, ഹമാസിനെ, ഗസയെ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ, അങ്ങനെ ഉണ്ടല്ലോ, ഒരു അണ്ണാറക്കണ്ണിനെ തന്നാൽ കഴിയുന്നവർ. ഇറാൻ ഒരു വൻശക്തിയൊന്നുമില്ല. അമേരിക്കയെ പോലെ, ഇസ്രായേലിനെ പോലെ, അതുപോലെ തന്നെ ബ്രിട്ടനെ പോലെ, ഫ്രാൻസിനെ പോലെ കഴിഞ്ഞ 60-ലധികം വർഷമായി നീണ്ട ഉപരോധത്തിലാണ് ഇസ്രായേൽ. 960 ഉണ്ടാക്കിയ ഹെലികോപ്റ്ററാണെന്നത് പറയുന്നത്. സ്പെയർ പാർട്സ് പോലും വാങ്ങാൻ കിട്ടാത്ത ഹെലികോപ്റ്ററാണ്. ആ ഹമാസിനെ പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും ഇറാനും. ഉപരോധങ്ങളുടെ നീണ്ട വർഷങ്ങളുടെ എന്ന് പറഞ്ഞ ഒരു ജയില് പോലെയാണ് അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആണവശക്തിയായിട്ട് മാറുമോ, ആയുധശക്തിയായിട്ട് മാറുമോ? കാരണം ഇറാൻ അശ്ശൈത്താനുൽ അക്ബർ എന്നാണ് അമേരിക്കയെ കുറിച്ച് നിരന്തരമായി ഇറാൻ പറയാറുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ശൈത്താനാണ് അമേരിക്ക. അമേരിക്കൻ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ എന്നൊക്കെ പറയുന്ന ഒന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സംഭവിച്ചത്. അതിനെ തൊടാൻ ഇന്ന് വരെ അമേരിക്കയ്ക്ക് പറ്റിയിട്ടില്ല. അതിനെ തകർക്കാൻ പല പണികളും നടത്തി നോക്കിയിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണില്ല. ആ ഇറാൻ അതിന്റെ സപ്പോർട്ട് മാറ്റി ഒഴിച്ചു കഴിഞ്ഞാൽ ഇവര് ഹമാസ് അല്ലെങ്കിൽ ഫലസ്തീനിലെ പോരാളികൾ അതിമനോഹരമായ പോരാട്ടത്തിന്റെ ചെറുത്തുനിൽപ്പുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റഫേലും പ്രദേശങ്ങളിലൊക്കെ അവർ ചെയ്യുന്നത് കുട്ടികളെയും സ്ത്രീകളും, നമ്മളിതൊക്കെ നിരന്തരം പറഞ്ഞു പോയത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സങ്കടങ്ങൾ പറയുന്നതിനപ്പുറം ഇങ്ങനത്തെ ഒരു ഏറ്റവും ദുരൂഹമായ ഘട്ടങ്ങളിൽ പോലും
നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ നിങ്ങള് ഇസ്രായേൽ ഇവിടുന്ന് പോവാതെ, ഇസ്രായേലിന്റെ സൈന്യത്തെ പിൻവലിക്കാതെ ഹമാസ് ഒരു ചർച്ചക്കുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങളിലൂടെ കടന്നുപോയിട്ടും അവർ പറയുന്ന വർത്താനം അതാണ്, നിങ്ങൾ ഇവിടുന്ന് പടിയിറങ്ങി പോവുക, എന്നിട്ട് നമുക്ക് ചർച്ചയാവാം. അല്ലാതെ ഒരു ചർച്ചയിൽ ഏതൊരു സൈനിക സംഘവും ഒരു സംഘടനയും വിമോചന പ്രസ്ഥാനങ്ങളും ഒക്കെ തല കുമ്പിട്ട് പോകുന്ന ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പോരാട്ടത്തിന്റെ തീക്കനലുകളിൽ ചവിട്ടി നിന്ന് അതിമനോഹരമായ ചെറുത്തുനിൽപ്പ്, അത് അവരെ കുറിച്ച് പഠിച്ചും വായിച്ചും തന്നെ നമ്മൾ എടുക്കണം. അത്യുജ്വലമായ ചെറുത്തുനിൽപ്പാണ് ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലോകത്ത് നമ്മുടെ രോഹിത് ശർമ്മ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന്റെ മണ്ണ് ട്വീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്, ഞങ്ങൾ റഫയുടെ കൂടെ, സംഘപരിവാർ നിറഞ്ഞു കവിഞ്ഞു ഒഴുകി. ആരാണ് ഇവരുടെ കൂടെ? RSSന്റെ സോഷ്യൽ മീഡിയ സംഘങ്ങൾ മുഴുവൻ ഈ പെണ്ണിനെതിരെ. നമ്മുടെ ഇവിടെ എന്താ കനി കുസൃതി, അവര് മറ്റേ കാനലറ്റ് അവാർഡ് വാങ്ങാൻ പോയപ്പോ ഇവരുടെ ഫലസ്തീനിന്റെ ചിഹ്നം ബത്തക്കയുടെ രൂപത്തിലുള്ള ചിഹ്നം എടുത്തിട്ട് അവരുടെ ഒരു ചിഹ്നമുണ്ട്, അതുപോലെയുള്ള ബാഗ് എടുത്തിട്ട് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചു. നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് ആളുകൾ, ലോകത്തുടനീളമുള്ള ക്യാമ്പസുകളിൽ, പ്രത്യേകിച്ചും വിദ്യാർത്ഥി സമൂഹങ്ങൾ, ഭരണകൂടങ്ങൾ. അതിൻ്റെയൊക്കെ അപ്പുറം സന്തോഷകരമായിട്ട് സ്പെയിന്, നോർവേ, അയർലൻഡ്, സ്ലൊവേനിയ, സ്കോട്ട്ലാൻഡ് തുടങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, അറബി രാജ്യങ്ങൾ നട്ടല് നിവർത്താനും മുട്ട് നിവർത്തി നിൽക്കാനും തല ഉയർത്താനും ഒക്കെ പേടിക്കുന്ന ഒരു ഘട്ടത്തിൽ യൂറോപ്പിലെ ചെറിയ രാജ്യങ്ങളൊക്കെ തല ഉയർത്തി നിന്നിട്ട്, കൊളംബിയ, നിങ്ങൾ എന്ത് പണിയെടുത്തിട്ടും കാര്യമില്ല, ഞങ്ങൾ ഫലസ്തീന്റെ കൂടെയാണ്. സൗത്ത് ആഫ്രിക്ക കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കേസ് അപ്പൊ അങ്ങനെ ഈ യുവാക്കളെയും രാജ്യത്തും ലോകത്തുമുള്ള മനുഷ്യരെയും ഒക്കെ വളരെ മനോഹരമായ ദൗത്യങ്ങളിലേക്കും തിരിച്ചറിവുകളിലേക്കും ഒക്കെ നയിച്ചുകൊണ്ടിരിക്കുന്ന പോരാട്ടം ഇസ്രായേൽ തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ അവർ അവസാനം പ്രഖ്യാപിച്ച് ഇനി 7 മാസം ഉണ്ടാവുന്ന ഒരു 7 മാസമല്ല, ഇനി എത്ര കാലം യുദ്ധം ചെയ്താലും ഹമാസിനെ ഇല്ലായ്മ ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. കാരണം അതൊരു പ്രത്യയശാസ്ത്രമാണ്, അതൊരു നിലപാടാണ്, അതൊരു വിശ്വാസ പ്രമാണമാണ്. അതവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന്റെ ഭാഗമാണ്. കൊന്നു തീർക്കുക എന്നുള്ളതല്ലാതെ, എന്നാ പോലും അവർ പറയുന്നുണ്ട്, കൊന്നു തീർത്താലും ഞങ്ങൾ മുള പൊട്ടി വരും, ഞങ്ങൾ വളർന്ന് വികസിക്കും. ഹദീസൊക്കെ പിന്നെ വളരെ ക്ലിയർ ആണ്, അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. ദജ്ജാല് വരുന്നവരെ ഇസ്രായേൽ ഉണ്ടെങ്കിൽ ഹമാസ് ഉണ്ടാവും, ഹമാസ് അല്ലെങ്കിൽ അതുപോലുള്ള ഒരു വിമോചന പ്രസ്ഥാനം ഇസ്രായേൽ നിലനിൽക്കുന്നിടത്തോളം കാലം കിടന്നുറങ്ങാൻ അതിനെ സമ്മതിക്കാതെ നിരന്തരമായി ആ പോരാട്ടത്തിന്റെ ചാക്രികതയിലെ മനോഹരമായ നിമിഷങ്ങളെ ലോകസമക്ഷത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് വലിയ ത്യാഗങ്ങളിലൂടെ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഫലസ്തീൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ആ പോരാട്ടങ്ങളെ ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ കേസ് കൊടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെയൊക്കെ എവിടെയാണ് കേസ് കൊടുക്കുക? ഇലക്ഷൻ കമ്മീഷൻ ആരാണ്? അപ്പോൾ ലോക കോടതി വിധി പറഞ്ഞിരിക്കണം ആർക്കെതിരെ? ഫലസ്തീനെതിരെ. ഫലസ്തീനല്ല, ഇസ്രായേലിനെതിരെ. ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനോസൈഡാണ്, വംശീയ കൊല ഉന്മൂലനമാണ്. അതുകൊണ്ട് അതിന്റെ ഭരണകൂടം ആരാണ് അറസ്റ്റ് ചെയ്യുക? നമ്മളെ ഇലക്ഷൻ കമ്മീഷനിൽ നമ്മൾ കേസ് കൊടുത്തിട്ട് എന്താ കാര്യം? കോൺഗ്രസ് കേസ് കൊടുക്കുന്നുണ്ട്, CPM കേസ് കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ കേസ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സംഘപരിവാറാണ്. അതിലെ 3-ൽ 2 ആളും സംഘപരിവാറാണ്, ഒരാൾ പ്രതിപക്ഷ നേതാവാണ്. ആരാണോ ഭൂരിപക്ഷം എന്താണോ എന്ന് പറഞ്ഞാൽ RSS തീരുമാനിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സംഘപരിവാർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടത്താനുള്ള എന്നതുപോലെ തന്നെയാണ് ICJ എന്ന് പറയുന്ന ഇന്റർനാഷണൽ കോർട്ട് എന്ന് പറയുന്നതും. ഇസ്രായേലിന്റെ വേൾഡ് ഘടനയെ, ലോകക്രമത്തെ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള യുണൈറ്റഡ് നേഷനും യുണൈറ്റഡ് നേഷന്റെ ഉപോൽപ്പന്നങ്ങളും അവിടെ നിന്ന് വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഇസ്രായേലിൻ്റെതാണ്. യുണൈറ്റഡ് നേഷനിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന അതിന്റെ റിപ്പോർട്ടും അതിന്റെ പ്രൊജക്റ്റും അതിന്റെ പദ്ധതികളൊക്കെ പറയുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് കാര്യങ്ങളൊക്കെ അവർ അവതരിപ്പിക്കുക. അപ്പോൾ നമ്മൾ വൈറ്റ് ഹൗസ്, അമേരിക്ക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഹൗസാണ്. ഇക്കണ്ട മനുഷ്യൻ കാണുന്നതിലെ ഏറ്റവും അപകടകരമായ രീതിയിലുള്ള പ്രവണതകൾ കണ്ടിട്ട് പോലും അരുതെന്ന് പറയാൻ, കൈപിടിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയാൻ ലോകത്തിലെ വൻശക്തികളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ വൈറ്റ് ഹൗസ് ഒരു 8 കാലി വലയാണ്, എല്ലാരെയും പിടിക്കാൻ. അള്ളാഹുവിന്റെ ഭവനവും അത് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും അള്ളാഹുവും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുണ്ടാവുക. അതല്ലാത്തതൊക്കെ വംശീയ, വർഗീയ, സാമുദായിക, ദേശീയ സംഘടന, ജാതി, മത, വർഗ പരിഗണനകൾ വെച്ചുകൊണ്ടാണ് എന്തു പറഞ്ഞാലും തൊഴിലാളി, മുതലാളി, അവർണൻ, സവർണൻ, നായര്, പറയര്, പുലയര്, ഇങ്ങനെ ജാതികളുടെയും വംശത്തിന്റെയും സമുദായത്തിന്റെയും വർഗങ്ങളുടെയും ഒക്കെ ബഹുജന സംഘടനകൾ, ആ ബഹുജന സംഘടനകളുടെ ഭവനങ്ങളായി ഓഫീസുകളും സംവിധാനങ്ങളും ഒക്കെ വരികയാണ്. അവിടെയാണ് അള്ളാഹ് പറയുന്നത്, ഇന്നവ്വല വൈക്കും മുതലിനാസ്, ഇത് ജനങ്ങൾക്കുള്ള ഭവനമാണ്. ഇത് വർഗ ബഹുജന സംഘടനകളും ജാതി, സമുദായ, ദേശ, വംശകക്ഷികളും ഒരുമിച്ച് കൂടാനുള്ള സ്ഥലമല്ല.
ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. ആ പ്രഖ്യാപനം എനിക്കത് മുഴുവൻ പറയാനൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട മനുഷ്യത്വത്തിന് വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ ഹറമിലേക്ക് വാ, അള്ളാഹുവിനെ കാണുന്നത് പോലെ തന്നെ. മുറാദ് ഹോഫ്മാനൊക്കെ പറയുന്നുണ്ട്, ക്രിസ്ത്യാനിയായിരുന്നു, ജർമ്മൻ അംബാസഡറൊക്കെ ആയിരുന്നു അദ്ദേഹം ഹജ്ജിന് പോയിട്ട് പറയുന്നുണ്ട്, ഒരു ഭാഗത്ത് പാകിസ്ഥാനി, മറുഭാഗത്ത് തുർക്കിക്കാരൻ, അപ്പുറത്ത് ഉഗാണ്ടക്കാരൻ, ഇപ്പുറത്ത് സ്ലൊവേനിയക്കാരൻ, മറ്റേ ഭാഗത്ത് ആസ്ട്രേലിയക്കാരൻ, ഇങ്ങനെ മനുഷ്യരുടെ ഒരു ഉച്ചകൂടി, മനുഷ്യ സമുദായത്തിലെ എല്ലാ അംഗങ്ങളും ചേരുന്ന വളരെ മനോഹരമായ സ്വാഭാവികമായ ഒരു സംവിധാനം. നിയമപരമായി ഇസ്രായേൽ പ്രൊമോട്ട് ചെയ്യുന്നതും കോർപ്പറേറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഭരണകൂടങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ നടത്തുന്ന പൊറാട്ട് നാടകങ്ങളുടെ സ്ഥാപനമല്ല. വളരെ സ്വാഭാവികമായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അങ്ങനെ നിങ്ങൾ മനുഷ്യനെ അനുഭവിക്കുന്ന, മനുഷ്യത്വത്തെ അനുഭവിക്കുന്ന, എല്ലാ കറുത്തോനും വെളുത്തോനും നീണ്ടോനും കുറിയവനും ഒക്കെ അച്ചടക്കത്തോടു കൂടി ആരും ആരെയും, ചിലവരൊക്കെ അതിനെ പോലെ പറയും കാപ്പിരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നീഗ്രോകളൊക്കെ ഒന്നായിട്ട് തിരക്കിയിട്ട് പോകുന്നൊക്കെ, അതൊരു പ്രവണത. പക്ഷെ അടിസ്ഥാനപരമായി ആരും നിയന്ത്രിക്കാനൊന്നുമില്ല. സ്വയം നിയന്ത്രിച്ച്, ക്ഷമിച്ച്, വിശാലമായി കാത്തിരുന്ന് ഒരുത്തൻ മറ്റൊരുത്തന് ഊഴവും അവസരവും ഒക്കെ വിട്ടുകൊടുത്തിട്ട് മാനുഷികതയുടെ, മനുഷ്യത്വത്തിന്റെ മഹാസമുദ്രം ഒരുപോലെ മനുഷ്യത്വത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കർമ്മമായി ഹജ്ജ് മാറുന്നു. അപ്പൊ അള്ളയുണ്ട്, മനുഷ്യനുണ്ട്. ബാക്കി നമുക്ക് പിന്നീട് പറയാം. അല്ല ഹജ്ജ് അഷ്ഹുറുമാലുമാ, ഹജ്ജിന്റെ മാസങ്ങൾ വളരെ പ്രശസ്തമാണ്. ബാക്കി വിഷയങ്ങളിലേക്ക് ഗൗരവത്തിൽ കടന്നു പോകാനും വായിക്കാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ എൻ്റെയും പറ്റണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം, എൻ്റെയും നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഒരു ആചാരമായി, ഒരു അനുഷ്ഠാനമായി, ഒരു ഉത്സവമായി, ഒരു ടൂറായി ഹജ്ജിനെ കാണുന്നതിന് പകരം എന്തിനാണ് ഹജ്ജ്, എങ്ങനെയാണ് ഹജ്ജ്, എന്താണ് അത് മനുഷ്യനും വ്യക്തിക്കും മനുഷ്യ സമൂഹത്തിലൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്, അത്തരം കാര്യങ്ങളെയൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ വിശകലനം ചെയ്യാനും പഠിക്കാനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അള്ളാഹു ഏറ്റവും നല്ല അവസ്ഥകളിലുള്ള ഹജ്ജും മറ്റനുഷ്ഠാനങ്ങളും ഒക്കെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഹജ്ജ് ചെയ്തവരുണ്ട്, ചെയ്യാനിരിക്കുന്നവരുണ്ട്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ്, ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ് ഹജ്ജ്. ഇതിൻ്റെ സ്പിരിറ്റ് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ വ്യക്തിപരമായിട്ട് നമ്മൾ നടത്തണം. കാരണം ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിലും എന്തിനാണ് ഹജ്ജ് എന്ന് തിരിച്ചറിയുമ്പോൾ ഇസ്ലാമിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. അതിൻ്റെ ആശയത്തിനും പ്രയോഗത്തിലും അതെന്താണ് പ്രതിനിധീകരിക്കുന്നത് എന്ന്. രണ്ടാമത്തത്, ഈ സമയം ഏറ്റവും മനോഹരമാണ്. ഒരേ സമയം, ഒരേ സ്ഥലം, എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഏകദേശം ഞാനും നിങ്ങളുമൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക്. നമ്മളിപ്പോൾ 4-ാം തീയതി ഇലക്ഷൻ്റെ റിസൾട്ട് രാഷ്ട്രീയക്കാർ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയുള്ളൂ. അതിൽ എല്ലാം കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP, CPM, ADMK, DMK സകല ആളുകളും, തോൽക്കുന്നവനും ജയിക്കുന്നവനും, കൂടിയവനും വിൽക്കാനും വെച്ചവനും ഇനി വാങ്ങാൻ തീരുമാനിച്ചവനും ഒക്കെ കാത്തിരിക്കുകയാണ്. അതൊരു ആറ്റിറ്റ്യൂഡാണ്. 4-ാം തീയതി ഭയങ്കര സംഭവമാണ്, അതിലേക്ക് ഇങ്ങനെ പോകാൻ കാത്തിരിക്കുകയാണ്. എന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഹജ്ജ് വരാൻ പോവുകയാണ്. 10-16 ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ആ ദിവസങ്ങളിൽ ഹജ്ജിൻ്റെ ഒരു ആത്മീയ ഉള്ളടക്കങ്ങളിലേക്ക് നമ്മുടെ ശരീരവും മനസ്സൊക്കെ യാത്ര ചെയ്യണം. ഹാജിമാർ അവിടെ കൂടുമ്പോൾ നമ്മളും അവിടെ തന്നെയാണ് എന്ന് നമുക്ക് തോന്നുമാറുള്ള ഒരു സ്വഭാവത്തിൽ നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങളെ, അതുപോലെ തന്നെ അള്ളാഹുമായിട്ടുള്ള ബന്ധങ്ങളെ ഒക്കെ ആ ഒരു അർത്ഥത്തിൽ ക്രമപ്പെടുത്താനും ഒരു വലിയ തിരിച്ചുപോക്ക് നമുക്കും അള്ളാഹുവിലേക്ക് നടത്താനും ഒക്കെയുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് ഈ ഹജ്ജിൻ്റെ പുണ്യ ദിവസങ്ങളെയും അതിനോട് സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുൽഖഅദിൻ്റെ അവസാന ദിവസങ്ങളെയൊക്കെ ഉപയോഗിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം എന്നുകൂടി ഞാൻ പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കാനും മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമായി നിലനിർത്താനും കരുണാവാരിധി അള്ളാഹു നമ്മെ തൗഫീഖ് നൽകി നമുക്ക് മാറാകട്ടെ.